മാതൃഭൂമി പത്രം കൊണ്ട് നമുക്ക് അടിപൊളി ജേർണൽ എഴുതാമല്ലോ. സോ വെൽക്കം ടു ഡേ 2 ഓഫ് 100 ഡേയ്സ് ഓഫ് ജങ്ക് ജേർണൽ സീരീസ്. അപ്പോൾ ഇതാട്ടോ നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് വരിക. അപ്പോൾ ഞാൻ ആദ്യം എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരുപാട് കട്ടുകളൊക്കെ പത്രത്തിൽ നിന്ന്, ഒരുപാടൊന്നുമില്ല, കുറച്ച് കട്ടുകളൊക്കെ നമ്മളെ പത്രത്തിൽ നിന്ന് വെട്ടിയെടുത്ത്. ഞാൻ അങ്ങനെ വിചാരിക്കുക, എൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ ഇഷ്ടാവില്ല. അതിനിപ്പോൾ എല്ലാവർക്കും ഉള്ളതാണോ അറിയില്ല. ഇതെന്താ ഇങ്ങനെയൊക്കെ വർത്താനം പറയണതെന്ന് ഞാൻ ആലോചിക്കണം. ഈ ബാക്കിയുള്ളവരെങ്ങനെ ചെയ്യണമൊക്കെ എന്തൊരു ക്യൂട്ടാണ്, എൻ്റെ മാത്രം എന്തോ ഇങ്ങനെ. എന്തേലും ആവട്ടെ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് ഓരോന്ന് ഒട്ടിക്കാൻ തുടങ്ങി. അപ്പോഴാണ് വലിയ പ്രശ്നം. ഈ ഓരോന്ന് ഒട്ടിക്കുമ്പോൾ നമ്മളിങ്ങനെ വർത്താനം പറയണമല്ലോ, പക്ഷെ എൻ്റെ കയ്യിൽ കണ്ടൻറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, ഓരോന്നിനെ പറ്റി പറയാം. ഇയാളെ കാണാൻ നല്ല രസമല്ലേ, അതന്നെ അയാളെ ഞാനിവിടെ ഒട്ടിക്കാൻ പോവാം കേട്ടോ, നല്ല അങ്ങോട്ട് പശ തേക്കട്ടെ. അങ്ങനെ ഒട്ടിച്ച് അടുത്തത് ഞാൻ എടുക്കാൻ പോകുന്നത് സോഷ്യൽ മീഡിയ ആണ്. സോഷ്യൽ മീഡിയ നമുക്കറിയാം, നമ്മുടെ പത്രം എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു മീഡിയ ആണല്ലോ. അപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ എന്തൊക്കെയോ പറയാൻ ഒരു കഥയില്ലാത്ത പെണ്ണാണ്. നിങ്ങളൊന്നും നോക്കണ്ട, നിങ്ങൾ ജസ്റ്റ് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായി എന്നൊന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത് അത് ഒട്ടിക്കാൻ പോവാണ്. അടുത്തത് ഇത് ഭയങ്കര ലാഗാണ് അല്ലേ, എന്തൊരു കഷ്ടമാണ്. റെഡിയാവും. ബി പോസിറ്റീവ്. അടുത്തത് ഞാൻ അങ്ങനെ ഓരോന്നിങ്ങനെ ഒട്ടിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ആനൻ്റെ ഒക്കെ ഉള്ളൊരു ചിത്രം. അതിന് എനിക്കിഷ്ടമായിട്ടുള്ളൊരു കട്ട് ചെയ്തിട്ടുള്ള ഭാഗം ഇതാക്കി. പിന്നെ കോക്രോച്ച് പാർട്ടി ഇപ്പം നമുക്കറിയാമല്ലോ, അതാണല്ലോ ഫേമസ്. അങ്ങനെ അതും ഞാൻ ഒട്ടിച്ച്. അങ്ങനെ എനിക്ക് ഇഷ്ടമുള്ളതെന്നല്ല, ആ പത്രത്തിൽ നിന്ന് എനിക്ക് പറ്റുമെന്ന് തോന്നിയതൊക്കെ ഞാൻ എടുത്തിട്ട് ഒട്ടിക്കുകയാണ്. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമായി. ഞാൻ ഇത്രയും നല്ലൊരു ഔട്ട്പുട്ട് ഉണ്ടാവുമെന്ന് വിചാരിച്ചില്ല. ഒരു എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ള സംഭവമാണെങ്കിലും ആവശ്യമായിട്ടുള്ളതെന്ന് എന്തൊക്കെയോ പറയണതുണ്ടല്ലോ. ഇങ്ങനെ തുടക്കമായതുകൊണ്ട് ഇങ്ങനെ തപ്പി പിടിക്കുക കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ നോക്കണ്ട. എനിക്കാണെങ്കിലും എത്രാമത്തോ വോയിസാണ് എടുക്കണത്, നിന്നെ കൊണ്ട് ആക്കാൻ കഴിയില്ല. എത്ര നേരം ഇങ്ങനെ വോയിസ് എടുക്കണത്, നന്നാവുമായിരിക്കും. അടുത്തത് റെഡിയാക്കാം. ഇതിങ്ങനെ പോട്ടെ. അങ്ങനെ എന്ത് ചെയ്ത് എനിക്ക് തോന്നിയൊക്കെ എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്ത് ഇവിടെ ഒട്ടിച്ചു കൊടുത്ത് അവസാനം നല്ലൊരു ഔട്ട്പുട്ടാട്ടോ കിട്ടിയത്. ഇത് നമ്മളെ മാതൃഭൂമിയാണ്, അതുകൊണ്ട് നമ്മൾ മാതൃഭൂമിനെ മറക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാതൃഭൂമിൻ്റെ പേര് നമ്മളിവിടെ ഒട്ടിക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ ഇടയിലാണെങ്കിൽ പശയൊറ്റ കൈമേലും ഒട്ടി എന്തൊക്കെയോ ഒരു കച്ചറ പിച്ചറൊക്കെ ആയി. അവിടെ ഒട്ടിക്കട്ടെ. അങ്ങനെ പ്ലസ് ഇത് മറ്റേ എന്തോ റിസൾട്ട് വരുന്നതിൻ്റെ എന്തോ സംബന്ധിച്ചുള്ളതാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ വേറെ ഏതോ ഒരു ചിഹ്നം ഉണ്ടോ, എന്താ ചിഹ്നമൊന്നും എനിക്കറിയില്ല. അതും അവിടെ അങ്ങനെ ഒട്ടിച്ചെടുത്തു. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, അങ്ങനെ ഒന്നും ചെയ്തില്ല, അവിടെ അങ്ങനെ ഒട്ടിച്ചെടുത്ത്. എന്നിട്ട് നിങ്ങൾ പറയും എങ്ങനെയുണ്ട് നമ്മളെ ജങ്ക് ജേർണൽ, രസമുണ്ടോ?